ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 12th ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഇവിടെ ആദ്യം തന്നെ പറയാനുള്ള എന്താണ് ഇലക്ട്രിക് ചാർജ്. ചാർജ് എന്ന് പറഞ്ഞാൽ ഐ സെഡ് ചാർജ് ബി എ സീഡ് ഇൻ ആൻ ഇലക്ട്രിക്കൽ സിസ്റ്റം. ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ സീഡ് എന്ന് പറയാം നമുക്ക് ചാർജ് എന്ന് വെച്ചാൽ ഒരു സീഡ് ഉണ്ടെങ്കിലേ ഒരു ചെടി ഉണ്ടാവുള്ളൂ, അതുപോലെ ഒരു ചാർജ് ഉണ്ടെങ്കിലേ ഒരു കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ടേം കറണ്ട് ആണ്. കറണ്ട് പറയുമ്പോൾ എന്താണ് ഞാൻ സീഡ് എന്ന് പറയാനുള്ള റീസൺ മനസ്സിലാവും. കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഓർ ഫ്ലോ ഓഫ് ചാർജ്. ഇലക്ട്രോൺസിന്റെ ഫ്ലോ അല്ലെങ്കിൽ ചാർജിന്റെ ഫ്ലോനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് ചാർജ് എന്താണ്, ചാർജ് ഫ്ലോ ചെയ്താലേ കറണ്ട് ഉണ്ടാവുള്ളൂ പറഞ്ഞു. ദാറ്റ് മീൻസ് ചാർജ്, ഇനി ചാർജ് എന്ന് പറയുന്ന ഒരു സീഡാണ്. അപ്പൊ ശരിക്കും എന്താണ് ഒരു ചാർജ് എന്ന് പറയുക? ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഡിസ്ചാർജ് ഈസ് സംതിങ് which possessed by material object that is able to exert electrical force and to respond to electrical force. എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക്കൽ ഫോഴ്സിനെ എക്സേർട്ട് ചെയ്യാനും അതിന് റെസ്പോണ്ട് ചെയ്യാനും ഏബിൾ ആയ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആണ് ചാർജ്. ഇപ്പോൾ നമ്മളെ ഒരാൾ അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെ ഏതൊരു ഫോഴ്സ് കിട്ടിയാലും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും എന്നിട്ട് അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാനും ഏബിൾ ആയ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആണ് ചാർജ് എന്ന് പറയുന്നത്. ഈ ചാർജസിന്റെ ഫ്ലോനെയാണ് നമ്മൾ കറണ്ട് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ചാർജസ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്. ഇപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ചാർജുകളാണ് നമുക്കുള്ളത്. ഒന്ന് പോസിറ്റീവ് ചാർജും ഒന്ന് നെഗറ്റീവ് ചാർജും. എന്താണ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് ചാർജ് എന്ന് ഇപ്പൊ പറയാൻ പോകുന്നത്. പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസിന്റെ ഡെഫിഷ്യൻസി കാണിച്ചാൽ, ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, കുറവാണ്, ഇലക്ട്രോൺസ് ആവശ്യത്തിനുള്ള ഇലക്ട്രോൺസ് ഇല്ലാതെ വരുന്നതിനെയാണ് നമ്മൾ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുക. അങ്ങനെ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് വരുന്നതിന് നമ്മൾ പോസിറ്റീവ് ചാർജ് എന്നും എക്സസ് ഓഫ് ഇലക്ട്രോൺസ് വരുന്നതിന് നമ്മൾ നെഗറ്റീവ് ചാർജ് എന്ന് പറയും. ഇലക്ട്രോൺസ് ഒരുപാട് കൂടുതലാണെങ്കിൽ അതിനെ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം. ഇങ്ങനെ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് വന്നാൽ അത് നെഗറ്റീവ് ചാർജും ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് വന്നാൽ അത് പോസിറ്റീവ് ചാർജും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ലാസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ സെമി കണ്ടക്ടർ ചാപ്റ്ററിനകത്ത് നമ്മൾ പി എൻ ജംഗ്ഷൻസ് പഠിക്കുന്നുണ്ട്. അതിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും, ആ പോസിറ്റീവും നെഗറ്റീവിന്റെ ഫിഗർ വെച്ചിട്ട് ഇതെന്താണ് എന്ന് ഞാൻ പറയാം. ഓക്കെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസിനെ നമുക്ക് ഒരു പേര് കൂടെ പറയാം, ഓർ ഡോണേഴ്സ് എന്ന് പറയാം. ഇലക്ട്രോൺസ്, പോസിറ്റീവ് ചാർജസ് ആർ ഡോണേഴ്സ്. ഓക്കെ, പോസിറ്റീവ് ചാർജസിനെ നമുക്ക് ഡോണേഴ്സ് എന്നും നെഗറ്റീവ് ചാർജസിനെ നമുക്ക് അക്സെപ്റ്റേഴ്സ് എന്നും പറയാം. കാരണം ഇവിടുന്ന് പോസിറ്റീവിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോൺസിനെ നെഗറ്റീവ്സ് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ അക്സെപ്റ്റേഴ്സ് എന്നും ഇതിനെ നമ്മൾ ഡോണേഴ്സ് എന്നും പറയുന്നത്. ജസ്റ്റ് ഞാൻ ഫിഗർ വരച്ചിട്ടൊന്ന് കാണിക്കാം. ഇത് പി, ഇത് എൻ. ദാറ്റ് മീൻസ് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. അപ്പൊ പോസിറ്റീവ്സിൽ ഇങ്ങനെ കുറേ പോസിറ്റീവ് ചാർജുകൾ ഉണ്ടാവും കേട്ടോ. ആൻഡ് ഇവിടെ കുറേ നെഗറ്റീവ്സ്. ഇങ്ങനെ കുറേ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവും. ഇനി ഒരു ഫോഴ്സ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനൊരു ഫോഴ്സ്, ഒരു എക്സൈറ്റേഷൻ കിട്ടുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള കുറേ പി എന്ത് ചെയ്യും, കുറേ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഹോൾസ് ആയിട്ട് അങ്ങോട്ട് പോകും, ഇവിടെ നിന്ന് വിട്ടു പോകും. ഇവിടെ നിന്ന് വിട്ടു പോകുമ്പോഴത്തേനും അതെല്ലാം ഇവിടെ വന്ന് ജോയിൻ ആവും. ഇവിടെ എല്ലാം ഹോൾസും ആകും, ഇവിടെ എല്ലാം ഇലക്ട്രോൺസ് വരും. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന പിയിൽ ഉണ്ടായിരുന്ന പോസിറ്റീവ്സ് എല്ലാം എന്നിലേക്കും പോയി ആൻഡ് പിയിൽ ഹോൾസ് ആയില്ലേ. ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് എന്നിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ് വരും, ഒരു ഹോൾ ഫോം ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ ഹോൾസ് ഫോം ആയി, പക്ഷെ എന്നിൽ കുറെ പോസിറ്റീവ്സ് ജോയിൻ ചെയ്തു. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്, ശരിക്കും
പിയിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് ഡോണേഴ്സ് ആണ്, ഡൊണേറ്റ് ചെയ്യും, അവർ ഇലക്ട്രോൺസിനെ വിട്ടു കൊടുക്കുകയാണ്. പക്ഷെ എന്നിൽ എന്താ സംഭവിക്കുക, അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇതിനെ പോസിറ്റീവ്സിനെ ഞാൻ ഡോണേഴ്സ് എന്നും നെഗറ്റീവ്സിനെ ഞാൻ അക്സെപ്റ്റേഴ്സ് എന്നും പറയുന്നത്. അപ്പൊ ബേസിക്കലി ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആണ് ദാറ്റ് ഈസ് ഏബിൾ ടു അക്സെപ്റ്റ്, എക്സേർട്ട് ആൻഡ് റെസ്പോണ്ട് ടു ഇലക്ട്രിക്കൽ ഫോഴ്സ്. ഒരു ഇലക്ട്രിക്കൽ ഫോഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാനും എന്നിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യാനും ഏബിൾ ആയ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റിനെ നമുക്ക് ചാർജ് എന്ന് പറയാം. ആൻഡ് ചാർജസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types ആസ് പോസിറ്റീവ് ചാർജസ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. പോസിറ്റീവ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഡോണേഴ്സ് ആണ്, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് കാണിക്കുന്നതിനെ നമ്മൾ പോസിറ്റീവ് ചാർജസ് എന്ന് പറയും. നെഗറ്റീവ് ചാർജസ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അക്സെപ്റ്റേഴ്സ് ആണെന്ന് പറയാം. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ബേസിക് പറയുന്ന ചാർജ്. ഇനി അടുത്ത കണ്ടന്റ് ഇലക്ട്രിസിറ്റി ആണ് അല്ലെങ്കിൽ കറണ്ട് ആണ്. അപ്പൊ ശരിക്കും എന്താണ് കറണ്ട്? കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഫ്ലോ ഓഫ് ചാർജ് ഓർ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ നമുക്ക് കറണ്ട് എന്ന് പറയാം. അടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഇത് കറണ്ട്, ഫ്ലോ ഓഫ് ചാർജ് ഓർ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കറണ്ട്. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇപ്പൊ ഞാൻ 2 പോയിന്റില് ഒരു സ്ട്രിങ് ഹാൻഡ് ചെയ്തു. ഈ 2 പോയിന്റ്സിൽ ഒരു സ്ട്രിങ് ഹാൻഡ് ചെയ്ത്, സ്ട്രിങ് ഈസ് എ മെറ്റീരിയൽ വിച്ച് ഈസ് ഏബിൾ ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പൊ ഈ എൻഡിൽ ഞാനൊരു 45 വോൾട്ട് ഫോഴ്സും ഇവിടെ ഞാനൊരു 20 വോൾട്ട് ഫോഴ്സും കൊടുത്തിട്ടുണ്ടെങ്കിൽ this string conduct 25 വോൾട്ട്. ഈ 25 വോൾട്ടിനെയാണ് എന്തെന്ന് പറയാ, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും. ഇപ്പൊ ഞാൻ ഒരു പോയിന്റിൽ 45 വോൾട്ട് കൊടുത്തു, മറ്റേ പോയിന്റിൽ 20 വോൾട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു സ്ട്രിങ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്ട്രിങ് എന്ന് പറയുന്ന മെറ്റീരിയൽ വിച്ച് ഇസ് ഏബിൾ ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആണ്. ഇവിടെ 45ഉം ഇവിടെ 20 ഉള്ളത് കൊണ്ട് ഈ സ്ട്രിങ്ങിൽ കൂടി പോകുന്നത് 25 വോൾട്ട് വോൾട്ടേജ് ആയിരിക്കും. This is potential difference. Potential difference എന്ന് പറഞ്ഞാലും വോൾട്ടേജ് എന്ന് പറഞ്ഞാലും EMF എന്ന് പറഞ്ഞാലും എല്ലാം എന്ത് തന്നെയാണ്, ഒരു വോൾട്ടേജ് തന്നെയാണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിൽ ഒരു കാര്യം പറയാനുണ്ട്. ഗ്ലാസ് റോഡ് റബ്ഡ് വിത്ത് സിൽക്ക്. ഇപ്പോൾ ഗ്ലാസ് റോഡും സിൽക്കും കൂടെ റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ് പോസിറ്റീവ്, ഏതാണ് നെഗറ്റീവ്? ഞാൻ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നെഗറ്റീവ് എന്നും ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആണ് പോസിറ്റീവ് എന്നും പറഞ്ഞു. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എക്സ് ഏതാണ് ഡെഫിഷ്യൻസി ഏതാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, പോസിറ്റീവ് ചാർജസ് ആർ ഡോണേഴ്സ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആർ അക്സെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിരുന്നില്ലേ. ഇതില് ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്താൽ എന്ത് സംഭവിക്കും വെച്ചാൽ, ഗ്ലാസ് റോഡ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. ഗ്ലാസ് റോഡ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുകയും സിൽക്ക് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. സിൽക്ക് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ ഗ്ലാസ് റോഡ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. അപ്പൊ ഇതിൽ ഏതാണ് പോസിറ്റീവ് നെഗറ്റീവ്? ഗ്ലാസ് റോഡ്സ് ആർ പോസിറ്റീവ്സ് ആൻഡ് സിൽക്ക് ആർ നെഗറ്റീവ്. ഓക്കെ, ഇത് എക്സാമ്പിൾ ഫോർ പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് ആണ് പറഞ്ഞത്. പിന്നെ ഇനി പറയാനുള്ള ഒരു കാര്യം, എന്താണ് എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ്? ഇപ്പൊ നിങ്ങൾ എർത്ത് ചെയ്യുന്നു, ഇപ്പൊ വീടൊക്കെ വെക്കുമ്പോഴത്തേന് എല്ലാവരും എർത്ത് ചെയ്തിട്ടുണ്ടോ, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എർത്തിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ എന്താണ് എർത്തിങ് അല്ലെങ്കിൽ എന്താണ് ഗ്രൗണ്ടിങ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എർത്തിങ് ഓർ ഗ്രൗണ്ടിങ്? എന്തിനാണ് എർത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രൗണ്ട് ചെയ്യുന്നത്? സിംപ്ലി അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുമ്പോൾ അതിന്ന് ലീക്കേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രൗണ്ട് ചെയ്യുന്നത്. ഇനി എന്താണ് എർത്തിങ് എന്നാണ് നാം പറയാൻ പോകുന്നത്. പ്രോസസ് ഓഫ് ഷെയറിംഗ് ഇലക്ട്രോൺസ് ടു ഗ്രൗണ്ട് ഇസ് കോൾഡ് എർത്തിങ്. ഇലക്ട്രോൺസിനെ ഗ്രൗണ്ടിലേക്ക് കടത്തി വിടുന്ന മെത്തേഡിനെയാണ്, പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, എർത്തിങ് എന്ന് പറയുന്നത്. ഇപ്പൊ സിംപ്ലി സെയിങ് എർത്തിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഷെയറിംഗ് ഇലക്ട്രോൺസ് ടു ഗ്രൗണ്ട്.
ഇലക്ട്രോൺസിനെ ഗ്രൗണ്ടിലേക്ക് ഷെയർ ചെയ്യുന്ന പ്രോസസ്സിനെ, കടത്തി വിടുന്ന പ്രോസസ്സിനെ നമുക്ക് എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് എന്ന് പറയാം. ഇതിന്റെ പർപ്പസ് എന്താന്ന് വെച്ചാൽ സേഫ്റ്റി മെഷർ ആണ് ഫോർ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. ഇലക്ട്രിക്കൽ അപ്ലയൻസസിനുള്ള ഒരു സേഫ്റ്റി മെഷറാണ് എർത്തിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ചെയ്യുന്നത്. വെച്ചാൽ നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രൗണ്ട് ചെയ്യുന്നതെന്ന് പറയാം. എല്ലാ വീടും ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മൾ ഒരു സൈഡിൽ എന്ത് ചെയ്യും, എർത്ത് ചെയ്യാറുണ്ട്. പൈപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ് എന്നൊക്കെ പറയും. നിങ്ങൾക്ക് അതൊന്നും പഠിക്കാനില്ല, +1 സിലബസിൽ ഉള്ളതല്ല. അപ്പോൾ എർത്തിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞത്, പൈപ്പ് എർത്തിങ് ആൻഡ് പ്ലേറ്റ് എർത്തിങ്. നിങ്ങൾക്ക് അത് പഠിക്കണ്ട. അപ്പോൾ എർത്തിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഷെയറിങ് ഇലക്ട്രോൺസ് ടു ഗ്രൗണ്ട്, ഗ്രൗണ്ടിലേക്ക് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എർത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇന്ന് ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു, എന്താണ് കറണ്ട് എന്ന് പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ ഓഫ് ചാർജ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതിന് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് ചാർജും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആൻസർ റിപ്ലൈ ഇടുന്നതാണ്.